അവസാനത്തെ 10 പ്രവേശിക്കുകയാണ്. ഇന്നത്തെ സൂര്യാസ്തമയത്തോടുകൂടി അവസാനത്തെ 10 ഒറ്റയായിട്ട രാവിന്റെ തുടക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. കഴിഞ്ഞുപോയ ദിവസങ്ങളെ എപ്രകാരം ഉപകാരപ്പെട്ടു, എത്രമാത്രം എനിക്ക് നന്മകൾ ചെയ്യാൻ സാധിച്ചു എന്ന പരിശോധനയും വരാനിരിക്കുന്ന ദിവസങ്ങൾക്കായി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വരാനിരിക്കുന്ന ഈ അവസാനത്തെ 10 ദിവസങ്ങളെന്ന് പറയുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സുവർണാവസരമായി കണ്ട ദിവസങ്ങളാണ്. ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് റമദാനിലെ അവസാനത്തെ 10 അങ്ങേയറ്റത്തെ പരിശ്രമം നടത്തുമായിരുന്നു. ജിഹാദ് തന്നെ നടത്തുമായിരുന്നു. ത്യാഗം ചെയ്ത് പരിശ്രമിക്കുമായിരുന്നു. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ദഖലൽ അശ്ർ. റമദാനിലെ അവസാനത്തെ 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹിയൽ ലൈൽ, രാത്രിയെ ജീവസുറ്റതാക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമദാനിൽ അവസാനത്തെ 10 രീതി അതാണ്. രാത്രികാലങ്ങൾ അലസമായി ഉറങ്ങി ആ നിലക്കല്ല കഴിച്ചുകൂട്ടുന്നത്, മറിച്ച് ജീവസുറ്റ രാത്രികളാക്കി മാറ്റും. വൈഖല അഹ്ല, താൻ മാത്രമല്ല തന്റെ കുടുംബത്തെയും വിളിച്ചുണർത്തും. വശദ്ദ മിഅ്സറഹു, അരക്കെട്ടൊക്കെ മുറുക്കിയെടുത്ത് കാര്യമായൊരു പരിപാടിക്കെന്തെങ്കിലും ഒരുങ്ങുന്നത് പോലെ, ജോലിക്ക് വേണ്ടി ഒരുങ്ങുന്നത് പോലെയാണ് റമദാനിലെ അവസാനത്തെ 10 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരവേറ്റത്, സ്വീകരിച്ചത് എന്നാണ്. ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്, എന്താണ് അഹിയൽ ലൈൽ, രാത്രികാലങ്ങളെ ജീവിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? അത് ഖുർആൻ പാരായണം കൊണ്ടും ദിക്റുകൾ കൊണ്ടും ദുആകൾ കൊണ്ടും രാത്രികാലങ്ങളിലെ സുദീർഘമായ നമസ്കാരങ്ങൾ കൊണ്ടും ധന്യമാക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ആഞ്ഞു വീശുന്ന കൊടുങ്കാറ്റ് പോലെയാണ് പ്രവാചകൻ അവസാനത്തെ 10 ഞങ്ങൾ കാണാറുള്ളത്. സഹാബത്ത് റിപ്പോർട്ട് ചെയ്യാണ്, ആഞ്ഞു വീശുന്ന കൊടുങ്കാറ്റ് പോലെ ഒരു പ്രവർത്തനത്തിൽ നിന്ന് അടുത്ത പ്രവർത്തനത്തിലേക്ക് വിശ്രമമില്ലാതെ വൈദാ ഫറഗ്ത ഫൻസബ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് വിളിച്ചുപദേശിക്കുന്ന പോലെ ഖുർആൻ പറയുന്നുണ്ട്, ഒരു കാര്യത്തിൽ നിന്ന് നീ വിശ്രമിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യത്തിൽ നിന്ന് നീ ആ കാര്യം കഴിഞ്ഞാൽ അടുത്ത പണിയിലേക്ക് നീ വ്യാപൃതനാവുക, അടുത്ത ജോലിയിലേക്ക് നീ വ്യാപൃതനാവുക എന്നുള്ളത്. അതേപോലെ പ്രവാചകനെ കാണാൻ കഴിയും. ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഔദാര്യവാനായി ഈ അവസാനത്തെ 10 ദിവസങ്ങളിലെ പ്രവാചകനെ പ്രത്യേകമായും ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സുവർണ അവസരമായി കണ്ടിരുന്ന മാസം കൂടിയാണ്, ദിവസങ്ങളാണ് റമദാനിലെ അവസാനത്തെ 10 എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, യുജാബിറു ഫിൽ അശ്റിൽ അവാഖിറ മിൻ റമദാൻ. റമദാനിലെ അവസാനത്തെ 10 എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ആക്റ്റീവായി നിൽക്കുന്ന, അങ്ങേയറ്റം പരിശ്രമങ്ങൾ കൊണ്ട് നിറച്ചിരുന്ന ദിവസങ്ങളായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നുള്ളത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫീഹി ലൈലത്തുൻ ഹിയ ഖൈറും മിൻ അൽഫി ശഹർ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഈ 10 ദിവസങ്ങൾക്കിടയിൽ കടന്നു വരുന്ന ഒരു രാത്രിയുണ്ട്. ആ രാത്രി എന്ന് പറയുന്നത് ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ളതാണ്, മഹത്തരമുള്ളതാണ്. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ, ആർക്കെങ്കിലും അതിന്റെ നന്മ നഷ്ടമായോ, അതിന്റെ നന്മകൾ ആർക്കെങ്കിലും തടയപ്പെട്ടുവോ, അവന് സകലമാന നന്മകളും നേട്ടങ്ങളും തടഞ്ഞുവെക്കപ്പെട്ടിരിക്കുന്നു, തടയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു രാത്രി ഏത് രാത്രികളിലാണ് വരിക എന്നുള്ളത് നിശ്ചയമില്ല. അതിനാൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ രാത്രികളെയും ജീവസുറ്റതാക്കിയിരുന്നു എന്നതാണ് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഏറ്റവും മഹനീയമായ രാവ് കടന്നു വരുന്നത് ഈ അവസാനത്തെ 10 ദിവസങ്ങളിലാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക്
ഈ പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, അനുഗ്രഹീതമായൊരു രാത്രിയിലാണ് ഈ ഖുർആനിനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അവിടുന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ഈ ദിവസങ്ങളെക്കുറിച്ച്, തഹറൗ ലൈലത്തുൽ ഖദ്ർ ഫിൽ അശരിൽ അവാഖിറ മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം, കാത്തിരിക്കണം. കാരണം ആ അവസാനത്തെ 10 അത് കടന്നു വരിക. മറ്റു ചില റിപ്പോർട്ടുകളിൽ, ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, തഹറൗ ലൈലത്തുൽ ഖദ്ർ ഫിൽ വത്ർ മിനൽ അശരിൽ അവാഖിറ മിൻ റമളാൻ, നിങ്ങൾ റമളാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞുകൂടണം, ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ കാത്തിരിക്കണം. കാരണം അത് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, നിശ്ചയമായും ഈ പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിനക്കറിയാമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ളതാണത്, പ്രാധാന്യമുള്ളതാണത്, ഖൈറായതാണത്. ആ രാത്രിയിൽ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കൽപ്പനകളുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മറ്റു മലക്കുകളും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രാവാണത്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതമാകുന്നതുവരെയും സൂര്യോദയം വരെയും സമാധാനത്തിന്റെ സന്ദേശങ്ങളുമായി ആ മലക്കുകൾ ഇറങ്ങി വരുമെന്നുള്ളതാണ്. ആ രാത്രിയുടെ പ്രത്യേകത അതാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് നമുക്ക് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ചെയ്യാനുള്ളത്? അത്തരത്തിലുള്ള ഒറ്റയിട്ട രാവുകളിൽ, പ്രത്യേകിച്ചും അവസാനത്തെ 10 എല്ലാ രാത്രികളിലും നമുക്കെന്താണ് ചെയ്യാനുള്ളത്? അതിനെ ധന്യമാക്കുവാൻ, അതിന്റെ നന്മകൾ കിട്ടുവാൻ നാം എന്ത് ചെയ്യണം? ആദ്യമായി ആ രാത്രിയെ ജീവസുറ്റതാക്കാൻ രാത്രികാലങ്ങളിലെ സുദീർഘമായ നമസ്കാരങ്ങൾക്ക് സാധ്യമാകും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മയ്യഖും ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബ, ആർക്കെങ്കിലും ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ നിന്ന് നമസ്കരിക്കാൻ സാധിച്ചു, ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആർക്കെങ്കിലും നിന്ന് നമസ്കരിക്കാൻ സാധിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ സകലമാന പാപങ്ങളും അല്ലാഹു അതുകൊണ്ട് പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. രാത്രികാലങ്ങളിലെ നമസ്കാരമാണ് ഏറ്റവും അധികം നാം ശ്രദ്ധയോടുകൂടി കാണേണ്ടത്. റമളാനിലെ ഏത് രാത്രികളിലും നിന്ന് നമസ്കരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് പാപങ്ങൾ പുറത്തു തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും പ്രത്യേകമായി ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയെ എടുത്തു പറഞ്ഞത് ഒരു മനുഷ്യൻ 1000 മാസം ജീവിക്കുകയും ആ 1000 മാസത്തിൽ തുടർച്ചയായി ഇടതടവില്ലാതെ വിശ്രമമില്ലാതെ അമലുകളും ഇബാദത്തുകളും ചെയ്യുമ്പോൾ ആ മനുഷ്യന് എത്രമാത്രം പ്രതിഫലം ലഭിക്കുമോ ആ പ്രതിഫലമാണ് ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് വാഗ്ദാനം ചെയ്യുന്നത്. കാരണം മുൻകഴിഞ്ഞുപോയ പല സമൂഹങ്ങളെയും സമുദായങ്ങളെയും നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്ക് ആയുസ് വളരെ നീട്ടപ്പെട്ടതായിരുന്നു. 1000 വർഷങ്ങൾക്ക് മുകളിൽ ആയുസ് ലഭിച്ച സമുദായങ്ങളുണ്ട്. അവരെ അപേക്ഷിച്ച് അമലുകളും ഇബാദത്തുകളും ചെയ്യാൻ നമുക്ക് വളരെ ചുരുങ്ങിയ സമയമാണ് അല്ലാഹു നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ നന്മകൾക്ക് പോലും വലിയ പ്രതിഫലം നൽകുന്നു എന്നതിന്റെ തെളിവായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന കാര്യമാണ് ലൈലത്തുൽ ഖദ്റിനെ പോലെയുള്ള കാര്യങ്ങൾ. ഒരൊറ്റ രാത്രി കൊണ്ട് 1000 മാസം ഒരാൾ ചെയ്യുന്ന നന്മക്കുള്ള പ്രതിഫലം അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നുവെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ ആ രാത്രിയെ അവഗണിച്ച്, ആ രാത്രിയെ എങ്ങനെയാണ് നമ്മൾ തള്ളിക്കളയുക? അതുകൊണ്ട് ഈ നന്മകൾ ഒരു നിലക്കും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഒരു നിലക്കും ആ രാത്രിയുടെ ധന്യതയെ, പവിത്രതയെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. രണ്ടാമത്, പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലൂടെ സജീവമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന, അവർ സാക്ഷികളായി പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ പേരുകൾ, വിവരങ്ങൾ കൊടുക്കുന്ന അനുഗ്രഹീതമായ രാത്രിയാണത്.
ആ രാത്രിയിലെ ഏത് നന്മകൾക്കും മഹത്വമുണ്ട്, വർദ്ധിച്ച പ്രതിഫലമുണ്ട്. 1000 മാസം ആ പ്രവർത്തനം ചെയ്യുന്ന പോലെ അതിനെ പരിഗണിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് ആ രാത്രിയിൽ മാക്സിമം പരിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങളുമായി കഴിഞ്ഞുകൂടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ദിക്റുകൾ ഉണ്ടാകണം, പ്രാർത്ഥനകൾ ഉണ്ടാകണം. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന ദിവസങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന പരിശുദ്ധ റമളാനിന്റെ അനുഗ്രഹീതമായ രാവുകൾ നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകേണ്ടതുണ്ട്, ധന്യമാക്കേണ്ടതുണ്ട്. നമ്മൾ ആർക്കെങ്കിലും ആ ദിവസത്തിൽ ലൈലത്തുൽ ഖദർ ആണ് എന്ന് തോന്നിയാൽ അവരെന്ത് ചെയ്യണം, അവരെന്ത് പ്രാർത്ഥിക്കണം? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, റസൂലേ, ഇനിയൊരു ദിവസം ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ് എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ എന്ത് ചെയ്യണം? അവിടുന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു, നീ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു റമളാനിന്റെ അവസാനത്തെ പത്തിൽ ജീവിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചുവെങ്കിൽ നമ്മുടെ നാവുകളിൽ നിന്ന് വീണുപോകേണ്ടുന്ന പ്രാർത്ഥനയാണത്, വന്നുപോകേണ്ട പ്രാർത്ഥനയാണത്. അല്ലാഹുവേ, എന്റെ സകലമാന പാപങ്ങളും നീ പൊറുത്തു തരണമേ, നീ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, പാപം പൊറുക്കുന്നത് ഇഷ്ടപ്പെടുന്നവനാണ് എന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മളെ കൊണ്ട് സാധിക്കുന്നത്ര സമയവും ഈ ദിവസങ്ങളിൽ, ബാക്കിയാകുന്ന എണ്ണപ്പെട്ട ദിവസങ്ങളിൽ, കഴിഞ്ഞു പോയതിനേക്കാൾ കുറച്ചാണ് ഇനി വരാനുള്ളത്, കഴിഞ്ഞു പോയതിനേക്കാൾ മഹത്വമുള്ളതാണ് വരാനുള്ളത്. അതുകൊണ്ട് കഴിയുന്നത്ര സമയം, മാക്സിമം സമയം പള്ളികളിൽ കഴിച്ചുകൂട്ടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. നമ്മളിത് പറയുമ്പോൾ, പള്ളികളിൽ കഴിച്ചുകൂട്ടണമെന്ന് പറയുമ്പോൾ, നമസ്കാരത്തിലേക്ക്, നോമ്പുകളിലേക്ക്, ദാനധർമ്മങ്ങളിലേക്ക്, ആരാധനകളിലേക്ക് കഴിഞ്ഞുകൂടണമെന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ വലിയ കഷ്ടമാണ്. എങ്ങനെ ഇത് പറയാതിരിക്കും? എങ്ങനെയാണ് നമ്മൾ പറയാതിരിക്കുക? വിശ്വാസി സമൂഹമേ, നമുക്കെന്ത് പറ്റി എന്നുള്ളത് നമ്മൾ ആലോചിച്ചേ മതിയാകുള്ളൂ. പള്ളിയിൽ നമസ്കാരം നടക്കുമ്പോ, പള്ളിയിൽ തറാവീഹിന്റെ നമസ്കാരം നടക്കുമ്പോ, ഒരു രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ച പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട നമസ്കാരം നടക്കുമ്പോ, പള്ളിയുടെ തൊട്ട് ചാരത്ത് പോലും ഇരുന്ന് മൊബൈലുകൾ കളിച്ച്, പള്ളിയുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൂടെ, അങ്ങാടികളിലൂടെ അനാവശ്യമായി കറങ്ങി നടക്കുന്നൊരു സമൂഹം. ഓ വിശ്വാസി സമൂഹമേ, നമുക്കെന്താ പറ്റിയത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുള്ളൊരു സമൂഹം. സ്വന്തം ശരീരത്തെ നിങ്ങൾ അനാവശ്യമായി ദ്രോഹിക്കരുത്, ഉപദ്രവമുണ്ടാക്കരുത്, നശിപ്പിച്ചു കളയരുത്, ആരോഗ്യ കാര്യത്തിൽ സംരക്ഷണമുണ്ടാകണം, ശ്രദ്ധയുണ്ടാകണമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെട്ട ഒരു ജനസമൂഹം പരിശുദ്ധ റമളാനിൽ നോമ്പ് നോറ്റ്, നോമ്പ് തുറന്ന ഉടനെ സർബത്തുകൾ തേടി നടക്കാൻ, അങ്ങാടികളിലൂടെ നടക്കാണ്. ഗ്യാസുള്ള വെള്ളം കുടിക്കുവാൻ ഓരോ തരത്തിൽ പേരിട്ടുകൊണ്ട് ചില ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ്. അതിനൊക്കെ പ്രൊമോഷൻ കൊടുക്കാൻ. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും, ആട് അങ്ങാടി കൂടെ ഇറങ്ങിയ മാതിരി എന്നാണ്. ആട് അങ്ങാടിക്ക് ഇറങ്ങി അങ്ങനെ ഒരു സിനിമാ പോസ്റ്റർ ഉണ്ടെങ്കിൽ അതൊന്ന് കടിക്കും, അപ്പുറത്ത് എന്തെങ്കിലും പുല്ല് കണ്ട് അവിടെ കടിക്കും, എവിടെയെങ്കിലും പ്ലാസ്റ്റിക് എന്തെങ്കിലും കൂട്ടിയിട്ട് അത് കടിക്കും എന്നതുപോലെ ചില ആളുകൾ ക്യാമറയും തൂക്കി ഇറങ്ങാണ്. ഗൈസ്, നിങ്ങളിത് തിന്നില്ലെങ്കിൽ നിങ്ങളെ ജീവിതം വേസ്റ്റാണ്. നിങ്ങളൊക്കെ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുക. അവിടെ കാണുന്ന സകലമാന പെട്ടിക്കടകളിലും കയറി ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ആരോഗ്യത്തിന് ഹാനികരമായതും എല്ലാ നിലക്കുള്ളത് തിന്നിങ്ങനെ നടക്കുക. എന്നിട്ട് ഓൻ വീഡിയോ ഇടുക. ഇത് കണ്ടിട്ട് പോകാൻ കുറെ പൊട്ടന്മാരും. ആലോചിച്ച് നോക്കി അല്ലേ? അവനാ വീഡിയോ എടുക്കണേന് എക്സ്ട്രാ പൈസ കൊടുക്കും, പ്രൊമോഷനാണ് അല്ലേ? അതേപോലെ തന്നെ ആ വീഡിയോ അവൻ രാത്രി അപ്ലോഡ് ചെയ്ത് നേരം വെളുക്കുമ്പോഴേക്കും അവന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ വരും. ഇത് കണ്ടിട്ട് അത് തിന്നാൻ പോണോൻ എന്താ കിട്ടുന്നത്? അവസാനം കിഡ്നി രോഗിയായി, അതേപോലെ തന്നെ ക്യാൻസർ രോഗിയായി, മറ്റുള്ള ആളുകളുടെ മുമ്പിൽ കൈനീട്ടേണ്ടുന്ന അവസ്ഥ വരുത്തി വെക്കുന്നത് നമ്മൾ കൃത്യമായി ആലോചിക്കണം. എത്ര ഉപദേശങ്ങൾ വന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. കോഴിക്കോട് ജില്ലയിലൊക്കെ നടന്നിട്ടുള്ള ചില റെയ്ഡുകളിൽ ഇതേപോലെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്നും ബാറ്ററി കൊഴിക്കുന്ന ആസിഡുകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ആളുകൾ വന്നിട്ട് ഇന്നിട്ടത് 2-3 ദിവസം കഴിയുമ്പോൾ അത് പാകാവുള്ളൂ. ഇത് ഇന്ന് വൈകുന്നേരട്ട രാത്രിയാകുമ്പോഴത്തിന് ഇത് തിന്നണമെങ്കിൽ ആസിഡോ അതിനപ്പുറമുള്ള മാരകമായ വല്ല കെമിക്കലുകളോ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ? നിങ്ങളാലോചിക്കൂ, പള്ളികളിൽ നമസ്കരിക്കേണ്ട സമയം ഇത്തരത്തിലുള്ള അങ്ങാടികൾ തെണ്ടി നടക്കാൻ നമ്മുടെ സമൂഹം ചെലവഴിക്കുന്നുവെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട ഈ കാര്യങ്ങൾ. സർബത്തുകളുടെ പിന്നാലെ പോകുക, നേരത്തെ ഉറങ്ങാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് നേരത്തെ ഉറങ്ങാൻ, നേരത്തെ എണീക്കുക എന്നുള്ളതാണ്.
എന്നാലോ രാത്രികാലങ്ങളിൽ നൈറ്റ് ലൈഫുകൾ അതൊന്ന് വലിയൊരു കാര്യം. രാവിലെ വരെ ഉറങ്ങാത്ത ചലഞ്ചുകൾ. രാത്രി എവിടൊക്കെ കട തുറന്നിട്ടുണ്ട്, ഒരുത്തം വീഡിയോ എടുക്കുക, നടക്കെ കണ്ട് അതിന്റെ പിന്നാലെ പോകാൻ ആളുകൾ ഇറങ്ങി നടക്കുക. ആലോചിച്ചു നോക്കണം, നമ്മുടെ സമൂഹത്തിന് എന്ത് പറ്റി? ഈ വിശ്വാസി സമൂഹത്തിന് എവിടെയാണ് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ കൃത്യമായി തന്നെ ആലോചിക്കേണ്ടതുണ്ട്. അല്ലേ, ഭക്ഷണകാര്യത്തിൽ ലിമിറ്റുകൾ കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മാസം പരിശുദ്ധ റമദാൻ. പക്ഷേ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാത്ത വിധം ഇഫ്താർ ടെന്റുകൾ, ഇഫ്താർ ബൊഫെ സംവിധാനങ്ങൾ, അതിന്റെ പരസ്യങ്ങൾ നമ്മൾ കൃത്യമായി ആലോചിക്കണം. വിശ്വാസി സമൂഹത്തെ ചൂഷണം ചെയ്യുവാൻ നോമ്പ് നോക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ പണം നന്മയിൽ ചെലവഴിക്കേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള ആളുകളുടെ അജണ്ടയാണോ എന്ന് നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഒരുത്തം പറയാ 1300 റുപ്യക്ക് ഇത് ലാഭമാണ് കേട്ടോ. ഒരാൾക്ക് തിന്നാനുള്ള ഭക്ഷണമാണ് 1300. അത് കുറവാന്നാ പറഞ്ഞു. കാരണം എന്താണ്, അവിടെ ഇതുണ്ട്, മന്തിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എണ്ണിയാ തീരൂല, അത്രയും വിഭവങ്ങളുണ്ട്. നമ്മളെല്ലാവരും നോമ്പോക്കുന്നവരല്ലേ സഹോദരങ്ങളെ? ഒരു ഈത്തപ്പഴവും ഒരു നാരങ്ങളും കുടിച്ചാ നമ്മളെ കാര്യം തീരുമാനമായി. പിന്നെ ഞങ്ങൾക്ക് എത്ര മന്തി ഉണ്ടായിട്ടെന്താ, എത്ര ഐറ്റം ബിരിയാണി ഉണ്ടായിട്ടെന്താ, എത്ര നമുക്ക് തിന്നാൻ പറ്റുക? ഒരു കുടുംബത്തിന് 2-3 ദിവസം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാനുള്ള പണം ഒരാൾക്ക് കൊടുത്തിട്ട് അതിന്റെ വീഡിയോയിൽ അതിന്റെ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ട് അതിന്റെ പേരിൽ ആത്മനിർവൃതി കൊള്ളുന്നവരെ അറിയണം നിങ്ങൾ. ഗസയിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ പട്ടിണിയിലാണ്. കാണുന്നുണ്ടോ നമ്മളെ വീഡിയോ? കാണുന്നുണ്ടോ? ഒരു ഭക്ഷണപാത്രവുമായിട്ട് ആരെങ്കിലുമൊക്കെ ഇട്ടുകൊടുക്കുന്ന എന്തെങ്കിലും ബ്രെഡിന്റെ കഷ്ണങ്ങൾക്ക് വേണ്ടി കടിപിടി കൂട്ടുന്ന നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലുണ്ട്. അവിടെയാണ് നമ്മുടെ ഈ ധൂർത്ത്, അവിടെയാണ് നമ്മുടെ ഈ പേക്കൂത്തുകൾ. അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്നുള്ളതിൽ യാതൊരു സംശയവും നമുക്കാർക്കും വേണ്ട കേട്ടോ. അതുണ്ടാക്കണോനും അതിന്റെ വീഡിയോ പ്രൊമോഷൻ ചെയ്യുന്നോനും അത് പോയി തിന്നിട്ട് സ്റ്റാറ്റസ് ഇടുന്നോനും അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ അത് കണ്ട് അതിന്റെ പിന്നാലെ പോകുന്ന നമ്മൾ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും, തീർച്ചയാണ്. അതിനർത്ഥം നോമ്പുറക്കണ്ട, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി നോമ്പുറക്കണ വലിയ അപരാധാണെന്നൊന്നല്ല പറയുന്നത്. ആവശ്യത്തിനൊക്കെ ആവാം അല്ലേ? അവിടെ ഒരുപാട് വിഭവങ്ങൾ ഒരുക്കി അനാവശ്യമായി പണം ചെലവഴിച്ച് ഏതായാലും വന്നല്ലേ, ഇത്രയും പൈസ കൊടുക്കണമല്ലേ എന്ന് പറഞ്ഞ് ആവശ്യമില്ലാതെ കുറെ തിന്നുകയറ്റിയിട്ട് തറാവീഹ് നമസ്കാരങ്ങളാ നഷ്ടപ്പെടുന്നത്, ഇബാദത്തുകളാ നഷ്ടപ്പെടുന്നത്. അജണ്ടയാണത്. എന്താ പൈലൊക്കെ അത്ര അജണ്ട? നിങ്ങൾ മൂല്യന്മാര് കുറെ ഓവറാക്കി ഇങ്ങനെ പറയാന്നറിയില്ല അല്ലേ? നമ്മുടെ സമൂഹം നമസ്കാരങ്ങൾക്ക് വരരുത്. അവർ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരിക്കരുത്. അവർ പള്ളികളിൽ ഉണ്ടാകരുത്. അതിനു പകരം അവർ തെണ്ടി നടക്കട്ടെ, അങ്ങാടികൾ കറങ്ങട്ടെ എന്ന ലക്ഷ്യമാണ് അവർക്കുള്ളത്. ഇസ്സത്തുള്ള മുസ്ലിം സമൂഹം ഉണ്ടാകരുത് തന്നെ കേട്ടോ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അവസാന കാലഘട്ടമാകുമ്പോ വിശ്വാസി സമൂഹത്തിന് മേൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരും. അതിന്റെ കാരണം എന്താ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴും അതൊക്കെ പറയും, അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ്, നോർത്ത് ഇന്ത്യയിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഗസയിലേക്ക് നിങ്ങൾ നോക്കി അല്ലേ, എന്താ പ്രശ്നം, എന്താ കാര്യം എന്നിങ്ങനെ നമ്മൾ പറയുണ്ടല്ലോ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അവസാന കാലഘട്ടത്തിലെ വിശ്വാസികൾ എന്ന് പറയുന്നത് മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന ചപ്പുചവറുകളെപ്പോലെ, ചണ്ടികളെപ്പോലെയായിരിക്കും അല്ലേ. ഈ ഹദീസ് വെച്ചിട്ട് നമ്മുടെ ഇന്നത്തെ കർമ്മ റോട്ടിലും നമ്മുടെ പല പ്രദേശങ്ങളിലുമുള്ള ഭക്ഷണ ടെന്റുകളുള്ള ഭക്ഷണ സംവിധാനങ്ങളുള്ള സ്ഥലങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി. നമ്മളെ കോലെന്താന്ന് നമുക്കറിയാം. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന 21ാം രാവാണെന്ന് വരാൻ പോണത്. എവിടെ നമ്മളെ സമൂഹം ഉള്ളതെന്ന് പോയി നോക്കി. ഇസ്സത്ത് നഷ്ടപ്പെട്ടൊരു സമൂഹം. ആരൊക്കെയോ ചെയ്യുന്ന, ആരൊക്കെയോ നിയന്ത്രിക്കുന്ന, ആരൊക്കെയോ ഉണ്ടാക്കുന്ന പ്ലാനുകൾക്ക് പിന്നാലെ തലവെച്ചുകൊടുത്ത് ബുദ്ധി കൊടുത്താലോചിക്കാതെ പുറംചട്ടകളിൽ അല്ലെ, പളപളപ്പുകളിൽ മാത്രം ജീവിക്കാൻ. ഇതിന്റെ ആഴറിയോ? ഈ റമദാനിന്റെ ഒരു രാത്രിയുടെ വിലയറിയോ? ഈ റമദാനിന്റെ രാത്രികളിൽ പള്ളികളിൽ നടക്കുന്ന തറാവീഹ് നമസ്കാരത്തിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഗുണമറിയോ? അതറിയണോ പുറത്തു പോവില്ല, അതറിയണോനത് പാഴാക്കൂല. അതുകൊണ്ട് സമൂഹമേ, നമുക്കെന്ത് പറ്റിയെന്ന് നമ്മൾ ആലോചിക്കണം, തിരുത്താൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇങ്ങനെ അപമാനിതരായി കടന്നു പോകും.
നമ്മളൊക്കെ വിലപിക്കാണ്. ഏത് പേര് വന്നാലും, ഏതാളും മാനത്തലക്കടിച്ചു വന്നാലും, ഏത് കഞ്ചാവ് കേസ് വന്നാലും, MDMA പൊക്കിയ കേസ് വന്നാലും അതിലൊക്കെ നമ്മളുണ്ടല്ലോ എന്ന് നമ്മളിങ്ങനെ വിലപിക്കുക. തകരാറുകൾ എവിടെ പറ്റിയത് എന്ന് പരിശോധിച്ച് നമ്മൾ കൃത്യമായി തന്നെ മുന്നോട്ട് പോയില്ലെങ്കിൽ അബദ്ധമാണ്. ഈ റമളാനിന്റെ അവസാനത്തെ 10 നഷ്ടപ്പെടുത്താൻ ഒരുങ്ങി നിൽക്കുന്ന ആളുകൾക്കെതിരെ അല്ലേ, അതിലേക്ക് നമ്മൾ തലവെച്ചു കൊടുത്തുകൊണ്ടല്ല നമ്മൾ പ്രതികരിക്കേണ്ടത്. നന്മയിൽ വ്യാപൃതരാകുക, പരമാവധി അമലുകൾ കൊണ്ട് ധന്യമാക്കുക. അതിനുള്ള ഏറ്റവും വലിയ അവസരമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 നമുക്ക് പഠിപ്പിച്ചെന്ന സുന്നത്ത് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. ഏറ്റവും മഹത്തരമായ പുണ്യമുള്ള കാര്യം. ഭാഷാപരമായി ഇഅ്തികാഫിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മറ്റെല്ലാത്തിൽ നിന്നും ശ്രദ്ധയെ മാറ്റി, മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും അവന്റെ ചിന്തകളെ മാറ്റി, അവന്റെ ശരീരത്തെയും മനസ്സിനെയും പടച്ച റബ്ബിനെ സമീപിച്ച് ചില സമയങ്ങൾ അവന് മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. ആലോചിച്ചു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഹിലിയ കാലഘട്ടത്തിലെ അബദ്ധങ്ങൾ, തോന്നിവാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ ഇതിനൊക്കെ മാറി നിന്നിട്ട് ഹിറാ ഗുഹയിൽ അഭയം തേടിയിരുന്നു. അതിനാണ് ഇഅ്തികാഫ് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. അത്തരം ഇരുത്തങ്ങളാണെന്നാണ് ഉദ്ദേശം. മറ്റെല്ലാത്തിൽ നിന്നും മാറി നിന്നുകൊണ്ടുള്ള ഒരു ഇരുത്തം. അവിടെ അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധങ്ങളാണ് പിന്നെ അവിടെ സാധ്യമാകുന്നത്. അതാണ് ഇഅ്തികാഫിന്റെ യഥാർത്ഥമായ ലക്ഷ്യം, യഥാർത്ഥമായ ഉദ്ദേശം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം, ജോലി തിരക്കുകൾ ഉണ്ടാകാം, മറ്റുള്ള കാര്യങ്ങൾ. എന്നാലും കഴിയുന്നത്ര സമയം പള്ളികളിൽ വന്നിരുന്ന് ഖുർആൻ പാരായണത്തിലൂടെ, ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, ഇത്തരം സംഭവങ്ങളിലൂടെ ഇഅ്തികാഫിന്റെ പുണ്യം നേടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമളാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫ് എന്നത് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് 21ാമത്തെ രാവ് തുടങ്ങുന്ന സമയം, അല്ലെങ്കിൽ 21ാമത്തെ നോമ്പ് ആരംഭിക്കുന്ന സുബഹിയുടെ തൊട്ടു മുമ്പായിട്ടെങ്കിലും പള്ളിയിലെത്തിക്കൊണ്ട് അവൻ മാസം കാണുന്നതുവരെ, അല്ലെങ്കിൽ റമളാൻ 30 പൂർത്തിയാക്കുന്നതുവരെ പള്ളിയിലിരിക്കുന്നതിനാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റമളാനിലെ ഇഅ്തികാഫ് എന്ന് പറയുന്നത്. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം സാധിക്കൂല. അയാൾക്ക് ഏതെങ്കിലുമൊക്കെ സമയത്ത് പള്ളിയിലിരിക്കാൻ പറ്റുമെങ്കിൽ ആ സമയത്ത് ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി അയാൾക്കിരുന്നാൽ പ്രതിഫലം ലഭിക്കുമെന്നുള്ളത് പണ്ഡിതന്മാർ ചില ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. മുഴുവനായിട്ടും ഇരിക്കാൻ പറ്റില്ലെങ്കിൽ അല്പനേരമെങ്കിലും, അല്പസമയമെങ്കിലും അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ ഈ റമളാൻ നമ്മൾ ഉപയോഗിച്ചേ മതിയാവുള്ളൂ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫു ഫിൽ അശറിൽ അവാഖിറ മിൻ റമളാൻ ഹത്താ തവഫാഹുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മരിപ്പിക്കുന്നതുവരെ, അദ്ദേഹത്തിന്റെ റൂഹിനെ എടുക്കുന്നതുവരെ അവസാനത്തെ 10 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫിരിക്കുമായിരുന്നു. സുമ്മ അഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതിന് ശേഷം അവിടുത്തെ ഭാര്യമാരും ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളിൽ സാധ്യമാകുന്ന ആളുകൾ ഇഅ്തികാഫിന് വേണ്ടി തയ്യാറായി വരിക. അവർക്ക് എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അള്ളാഹുവിലേക്ക് ദിക്റുകളും ദുആകളുമായി കടന്നുകൂടി കഴിഞ്ഞുപോയ പാപങ്ങളെ മായ്ച്ചു കളയാനുള്ള അവസരങ്ങളാക്കി ഈ റമളാനിന്റെ ബാക്കിയാകുന്ന എണ്ണപ്പെട്ട ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ, മുതലാക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. കാരണം കർമ്മങ്ങളുടെ കുറവുകൊണ്ട്, കർമ്മങ്ങളുടെ പോരായ്മകൾ കൊണ്ട് നമ്മളൊക്കെ വിലപിക്കുന്നൊരു ദിവസത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അത് പറയുമ്പോ നമ്മളൊക്കെ ഓർക്കുന്ന പേരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മരണസമയം ചരിത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പൊട്ടിപ്പൊട്ടിക്കരയാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന സഹാബത്ത് ചോദിച്ചു, അബൂ ഹുറൈറ, ധന്യമായ ജീവിതമല്ലേ? പ്രവാചകന്റെ കൂടെ സ്ഥിരമായിരുന്ന് പള്ളിയിലെ മാടപ്രാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട് അഹ്ലുസുഫയുടെ നേതാവായി പ്രവാചകന്റെ ചാരത്തിരുന്ന് ദീൻ പഠിച്ച് ഇന്ന് നമ്മൾ ചെയ്യുന്ന ആരാധനകളിൽ, പ്രാർത്ഥനകളിൽ, ഓരോ സുന്നത്തുകളിൽ, ഓരോ ഫർളുകളിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? ഹദീസുകൾ ഇങ്ങനെ പറയുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത പോലെ അത്രമാത്രം ധന്യമായ ജീവിതം. അദ്ദേഹം പൊട്ടിപ്പൊട്ടിക്കരയാ. സഹാബത്ത് ചോദിച്ചു, എന്തിനാ കരയുന്നത്? അദ്ദേഹം പറഞ്ഞ മറുപടി നമ്മുടെ മനസ്സിലുണ്ടാകണം. അസ്സഫറു തവീൽ വൽ ബഖാഉ ഹിനാ ഖലീൽ. എനിക്ക് വളരെയധികം ദൂരയാത്രക്ക് പോകാനുണ്ട്, പക്ഷെ എന്റെ കയ്യിൽ കൊണ്ടുപോകാൻ എന്താ ഉള്ളത്?
എന്റെ കയ്യിൽ കൊണ്ടുപോകാൻ എന്താ ഉള്ളത്? ആരാ ചോദിക്കുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ചോദിക്കുന്നത്. നമ്മളൊക്കെ ചെയ്യുന്ന നന്മയുടെ ഒരു പങ്ക് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തുമെന്ന് നാം വിശ്വസിക്കുന്ന ആ സഹാബിയാണ് പറയുന്നത്, എന്റെ കയ്യിൽ കൊണ്ടാകാനൊന്നുമില്ല. വല്ലപ്പോഴും തറാവിക്കൊന്ന് 2 റക്അത്ത് നിസ്കരിച്ച് പോകുന്ന നമ്മളെ ചില ആളുകൾ ചോദിക്കുക, ഞാനൊക്കെ സ്വർഗത്ത് പോയില്ലെങ്കിൽ സ്വർഗം കാലിയാവട്ടോ, വേറെ ആരും ഉണ്ടാവില്ല എന്ന ധാരണ നമുക്കുള്ളത്. പ്രവാചകന്റെ സഹാബത്ത് നമ്മൾ നോക്കണം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വെറുതെ നിൽക്കുമ്പോൾ അങ്ങനെ കരയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാ ഉമറെ കരയുന്നത്? ഞാൻ സ്വർഗത്തിനെ പറ്റിയുള്ള ആയത്തുകൾ കേട്ട് കരയാ. സ്വർഗത്തിനെ പറ്റിയുള്ള ആയത്ത് കേട്ട് കരയേ, നരകത്തിനെ പറ്റിയുള്ള ആയത്തുകൾ കേട്ടിട്ട് പേടിച്ചിട്ടാന്ന് വിചാരിക്കാം. അദ്ദേഹം പറയാ, മഹത്തുക്കളായ പ്രവാചകന്മാർക്ക്, അമ്പിയാക്കൾക്ക്, ഔലിയാക്കൾക്ക്, സ്വാലിഹീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന, വാഗ്ദാനം ചെയ്യുന്ന ആ സ്വർഗത്തിൽ ഈ പാപിയായ ഉമറിന് ഒരു കോടാലി വെക്കാനുള്ള സ്ഥലമെങ്കിലും കിട്ടുമോ എന്നാലോചിച്ചിട്ടാ ഞാൻ കരയുന്നത്. ആരാ ഇത് പറയുന്നത് സഹോദരങ്ങളെ? ആരാ പറയുന്നത്? ഉമറും ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണ് കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവുകൊണ്ട് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ സ്വർഗം കണ്ടു. സ്വർഗത്തിലൊരു മനോഹരമായ കൊട്ടാരം, സ്വർണത്തിന്റെ വാതിലുകളുള്ള ആ സ്വർണത്തിന്റെ വാതിലുകളിൽ വജ്രത്തിന്റെ മുത്തുകൾ പതിപ്പിച്ച അതിമനോഹരമായൊരു കൊട്ടാരം. അത് കണ്ടപ്പോ എനിക്കൊന്നേക്ക് കയറാൻ തോന്നി. ഞാനതിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെക്കുന്നപ്പോ അവിടെ ഒരു സ്വർഗീയ സുന്ദരി അവിടെ ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഞാൻ പുറകോട്ട് വന്നു. ജിബ്രീലിനോട് ഞാൻ ചോദിച്ചു, ആരുടേതാണ് ഈ കൊട്ടാരം? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അത് ഉമറിന്റേതാണ്, അത് ഉമറിനുള്ളതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ അവിടെ കയറിയാൽ ഉമറിന് ഇഷ്ടപ്പെടാതിരിക്കുമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ കയറിയില്ല. നബിയെ, നിങ്ങളവിടെ കയറിയാൽ എനിക്ക് വിഷമാവേ, ഞാൻ ദുഃഖിക്കേ എന്ന് പറയുന്നത് പ്രവാചകന്റെ നാവിൽ നിന്ന് കേട്ട അതേ ഉമർ റളിയല്ലാഹു അൻഹു പറയാ, സ്വർഗത്തിലൊരു കോടാലി വെക്കാനുള്ള അവസരം അല്ലാഹു എനിക്ക് തന്നാൽ ഒറ്റക്കാലിൽ ഞാൻ സ്വർഗത്തിൽ നിൽക്കുമായിരുന്നു. ഒറ്റക്കാലിൽ ഞാൻ നിൽക്കുന്ന അല്ലേ? നമ്മളൊക്കെ കണക്കെന്താ? നമ്മളൊക്കെ തിരക്കടില്ല കേട്ടോ, നമ്മൾ ഉഷാറാണ്. വെള്ളിയാഴ്ചയൊക്കെ ഞാൻ പള്ളിയിൽ പോലുണ്ട് അല്ലേ? ഈ ധാരണയേറ്റ് നമ്മൾ നടക്കുന്നത്. നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് ഈ സഹാബത്തുമായാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം നൽകിയവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരീരം നൽകിയവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ ഉപേക്ഷിച്ചവർ, അവരോടൊപ്പം നമുക്ക് സ്വർഗത്തിലെത്താനുള്ളത് എന്നുള്ള നല്ല ബോധ്യം വേണം. എങ്കിൽ നമ്മളെ ഈ റമദാൻ ഉഷാറാവുള്ളൂ. അവിടെ നമ്മുടെ ആരാധനകൾക്ക് കട്ടിയും ഗാംഭീര്യം ഉണ്ടാവുള്ളൂ. നമ്മൾ ആലോചിക്കണം, അമലിന്റെ കുറവുകൾ കൊണ്ട് വിലാപത്തിലേക്ക് പോകുന്ന ആളുകൾ ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ. അല്ലാഹു പഠിപ്പിക്കുക, മരണം അവരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ, മരണം അവരുടെ തൊണ്ടക്കുഴിയിലേക്ക് എത്തുമ്പോൾ അവർ പറയും, റബ്ബി ഇർജിഊൻ, പടച്ചോനെ എനിക്കൊരു കുറച്ചുകൂടി സമയം നീട്ടിത്തരാൻ പറ്റുമോ? കുറച്ചുകൂടി സമയം നീട്ടിത്തന്നിട്ട് എന്താ ചെയ്യാനുള്ളത്? ഞാൻ കുറെ നന്മകൾ ഇങ്ങനെ ചെയ്തു കൂട്ടാന്നല്ല. അവൻ പറയുന്നത് ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്, പടച്ചോനെ ഞാൻ ചെയ്യാതെ പോയത് തന്നെ ധാരാളമുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യാനാണ്. എക്സ്ട്രാ സുന്നത്തായിട്ട് വേറെന്തേലും ചെയ്യാനല്ല. നിർബന്ധമായും അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാതെയാണ് അവൻ മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നത്. അവിടെയാണ് പറയുന്നത് ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്, പടച്ചോനെ ഞാൻ ചെയ്യേണ്ട നിർബന്ധമായ സക്കാത്തിന്റെ കണക്കുകളുണ്ട് റബ്ബേ, ഞാൻ ചെയ്തു വീട്ടേണ്ട നമസ്കാരത്തിന്റെ കണക്കുകളുണ്ട് റബ്ബേ, എന്റെ നോമ്പുകൾ പെൻഡിംഗ് ഉണ്ട് റബ്ബേ, ഒരുപാട് നന്മകൾ ഞാൻ ചെയ്യേണ്ടതുണ്ടായിരുന്നു, അവസരമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല റബ്ബേ, ഒന്നുകൂടി മടക്കിത്തരാൻ പറ്റുമോ റബ്ബേ? അല്ല പറയുന്ന കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് പറയുന്നവൻ പറയുന്ന വെറും വർത്തമാനം മാത്രമാണത്, ഒരു കാര്യം ഉണ്ടാവില്ല. ഓനിങ്ങനെ പറയാം അല്ലെ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പറഞ്ഞു കൊടുത്തൊരു സംഭവം തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നൽ മുഅ്മിന ഇദാ ആയനൽ മലായിക ഖാലു, ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് മരണസമയത്ത് മുഅ്മിനായ മനുഷ്യന്റെ അടുക്കലേക്ക് മലക്കുകൾ വരുമ്പോ ആ മലക്കുകളെ കാണും. എന്നിട്ട് മലക്കുകൾ ചോദിക്കുന്നതാണ്, നർജിഉക ഇല ദുനിയ,
അന്നെ ദുനിയാവിലേക്ക് എന്നെ മടക്കി തന്നാലോ? മരണം അവരെ റൂഹിനെടുക്കുകയാണ്. അന്നെ ദുനിയാവിലേക്ക് എന്നെ മടക്കി തന്നാലോ എന്ന് ചോദിക്കുമ്പോൾ ആ വിശ്വാസി പറയുന്ന ഫയഖൂൽ ദാറൽ ഹുമൂമി വൽ അഹ്സാൻ, ദുഃഖത്തിന്റെയും വിഷമത്തിന്റെയും ആ സ്ഥലത്തേക്ക് എന്നെ ഞങ്ങളെ മടക്കിയ വേണ്ട എന്ന് പറയും, വേണ്ട എന്ന് പറയും. എന്നിട്ടോ ഖദിബ ഇലല്ലാഹ്, അല്ലാഹുവിങ്കലേക്ക് അവൻ യാത്രയാകും. അവന് ദുനിയാവിനോട് താൽപര്യമല്ല. വഅമ്മൽ കാഫിർ ഫയഖൂലൂൻ, കാഫിറുകളോട് പറയപ്പെടും നർജിഉക, നിന്നെ മടക്കട്ടെ, ദുനിയാവിലേക്ക് എന്നെ മടക്കട്ടെ. ഫയഖൂൽ, അപ്പോഴാണ് അവൻ പറയുന്നത് റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹാ, പടച്ചോനെ ഒന്നും മടക്കി തരുമോ, ഞാൻ ദുനിയാവിലേക്ക് തന്നെ ഒന്ന് പോയി ഞാൻ ഉപേക്ഷിച്ച നന്മകളൊന്ന് ചെയ്തു വരട്ടെ എന്നവൻ പറയുന്ന. അതുകൊണ്ട് വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്റെ പൊന്നു വിദ്യാർത്ഥികളെ, കുട്ടികളെ, നമുക്ക് കിട്ടിയിട്ടുള്ള ചെറിയ സമയമുണ്ടല്ലോ, ഈ ആയുസ്സിൽ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ റമളാൻ ഉണ്ടല്ലോ, ആ റമളാൻ തീർന്നു പോകുന്നതിന് മുമ്പേ മരണസമയത്ത് ദുനിയാവിനോട് സന്തോഷത്തോടുകൂടി വട പറയാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കിയിട. ഈ ഖേദത്തിനുള്ള ഒരവസരം നമ്മൾ ഉണ്ടാക്കരുത്. അതിന് ഈ റമളാൻ നമ്മൾ ഉപയോഗപ്പെടുത്തിയേ മതിയാകുള്ളൂ. എവിടൊക്കെ ചെറിയ പോയിന്റുകളിൽ എനിക്ക് നന്മ ചെയ്യാനുണ്ടോ അവിടങ്ങളിലെല്ലാം നന്മ ചെയ്യാം. തിന്മയുടെ കവാടങ്ങൾ എവിടെയുണ്ടോ അതെല്ലാം കൊട്ടിയടക്കുക. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടുകൂടി പോകാനുള്ള റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കയറാനുള്ള വകയുണ്ടാക്കി വെക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ وأصلي وأسلم على المبعوث رحمة للعالمين نبينا محمد وعلى آله وصحبه أجمعين اتقوا الله عباد الله. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10 ധന്യമാക്കാൻ നാം ഓരോരുത്തരും മനസ്സുകൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങളവൻ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകളെ നഷ്ടപ്പെടുത്തുന്ന പല പല കാര്യങ്ങളും വരാനിരിക്കുക. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അലസമായി റമളാന്റെ രാത്രികളെ പള്ളികളിൽ ഇരിക്കേണ്ടതിന് പകരം മറ്റുള്ള പല മേഖലകളിലും വ്യാപൃതരായി അമലുകളുടെ ഇബാദത്തുകളുടെ സമയം നഷ്ടപ്പെടുത്തുന്നതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകം, സാധാരണഗതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തായി പഠിപ്പിച്ചത് അവസാനത്തെ 10 പള്ളിയിൽ ഇരിക്കുക എന്നുള്ളതാണ്, പള്ളിയിൽ ഇത്തികാഫ് ഇരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ആ സമയത്ത് ചില ആളുകൾ പാടത്തേക്ക് വിളിക്കുന്നു, ചില പറമ്പുകളിലേക്ക് വിളിക്കുന്നു. അതിനവർ സ്വലാത്ത് നഗരുകൾ എന്ന് പേരിട്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കാൻ പറഞ്ഞപ്പോൾ പാടത്ത്. എന്നിട്ട് എന്താ നടക്കുന്നത്? ഞാൻ മഞ്ചേരി വഴി യാത്ര ചെയ്തപ്പോൾ അവിടെയൊക്കെ പോസ്റ്റർ കണ്ടു, വെള്ളിയാഴ്ച രാവും 27 രാവും ഒരുമിച്ച് വരുന്നു. അല്ലെ, ഓരോ കടകളൊക്കെ പരസ്യം കൊടുക്കുന്ന പോലെ അവർ കൊടുത്ത പരസ്യം ഡബിൾ ചാൻസ് ആണെന്നാണ്. നിങ്ങളാലോചിച്ച് നോക്കി, സ്വലാത്ത് നഗർ എന്ന പേരിൽ അങ്ങനെ ഒരു സ്വലാത്ത് നഗറുണ്ടോ? അങ്ങനെ ഒരു സ്വലാത്തിന് പ്രത്യേകമായ വാർഷികമുണ്ടോ? കൃത്യമായി ആലോചിക്കണം വിശ്വാസി സമൂഹമേ, ശബ്ദം കേൾക്കുന്നവരെ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലായിരുന്നത്, പള്ളിയിൽ ഇത്തികാഫിലായിരുന്നു, പള്ളിയിൽ നമസ്കാരത്തിലായിരുന്നു, പള്ളിയിൽ പ്രാർത്ഥനയിലായിരുന്നു. ആ സമയത്ത് പാടത്തേക്ക് കൊണ്ടുപോയി അവിടെ ഒരു സ്വലാത്ത് നഗർ സംഘടിപ്പിക്കുന്ന തന്നെ ബിദ്അത്താണ്, പുത്തനാചാരമാണ്, കുറ്റം കിട്ടുന്ന കാര്യമാണ്. ഞാൻ അവിടെ നടക്കണെന്താ? നേരിട്ട് പ്രവാചകനോടുള്ള പ്രാർത്ഥന. തങ്ങളെ കാണുന്നില്ല, തങ്ങളെ ഈ സദസ്സ് നിങ്ങൾ കാണുന്നില്ല, തങ്ങളെ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ തങ്ങളെ എന്ന് റസൂലുള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിനവിടുന്ന് വണ്ടിയും കയറിപ്പോണേ ആമീൻ ആമീൻ എന്ന് പറയാൻ. എന്തോ വലിയ പോരീശെന്ന ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. അവനവന് പറയാൻ, അവനവന്റെ വിഷമങ്ങൾ, അവനവന്റെ സങ്കടങ്ങൾ അവന്റെ റബ്ബിന്റെ മുമ്പിൽ ഏറ്റു പറയാൻ ഏറ്റവും ഉത്തരം ചെയ്യപ്പെടുന്ന സമയങ്ങളിൽ ആരോ ആർക്കോ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാലും പോരാ, കായ് വേറെ കൊടുക്കും വേണം. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ വഖഫ് ചെയ്യൂ. ഏതോ ഒരാളോട് പെർമിഷൻ ചോദിച്ചാൽ ഈ പാടത്തെ ഞങ്ങൾ പരിപാടി നടത്തട്ടെ, അയാളെ സ്ഥലം ഇയാള് സ്വർഗത്തിന് വേണ്ടി വഖഫ് ചെയ്യാം. ഇതിനൊന്നൊരു നിയമമല്ലേ? സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. റമളാന്റെ അവസാനത്തെ 10 എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ വീണ് കിട്ടുന്ന 1000 മാസങ്ങളെക്കാൾ മഹത്വമുള്ള
ചാൻസ് ഉള്ള സമയമാണ്. ആ സമയം ഇതുപോലെയുള്ള പാമരന്മാരുടെ പണ്ഡിതന്മാരുടെ പിറകെ പോയിട്ട് നഷ്ടപ്പെടുത്തി കളയരുത് നമ്മൾ. അവിടെ നമുക്കൊരു കൂലിയല്ല കിട്ടുന്നത്, നരകത്തിലേക്കുള്ള ഉറപ്പായ സീറ്റാണ് അവിടുന്ന് കൊടുക്കുന്നത്. എന്താ കാരണം? പച്ചയായ ശിർക്കാണ് നടക്കുന്നത്. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാനാണ് അവിടെ വിളിച്ചു വരുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്തരുത്, നമ്മുടെ പണം നഷ്ടപ്പെടുത്തി നരകം നമ്മൾ വാങ്ങരുത്. ആരെങ്കിലും അങ്ങനെ പോണെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക. നബി അവിടെ ഇരുന്നത്, നബി എന്താ ചെയ്തത്, സഹാബത്ത് എന്താ ചെയ്തത്, നബിയുടെ ഭാര്യമാരെന്താ ചെയ്തത്? അവർ പള്ളിയിലായിരുന്നു, അവർ പ്രാർത്ഥനയിലായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒരു നിലക്കും നമ്മൾ കടന്നു ചെല്ലുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ റമദാനിന്റെ അവസാന ദിനരാത്രങ്ങൾ കൂടുതൽ സജീവമാക്കാൻ ഒട്ടനവധിയായ പദ്ധതികളുണ്ട്. അതിലൊക്കെ നമ്മുടെ ശ്രദ്ധയുണ്ടാകണം. നമ്മൾ സാധാരണഗതിയിൽ റമദാനിലെ വെള്ളിയാഴ്ചകളിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നവരാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പരിഗണിക്കേണ്ടത്, നമുക്ക് ലഭിച്ചിട്ടുള്ള അവസരമെന്ന് പറയുന്നത്, കേരളത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ 5 പള്ളികൾ നിർമ്മിക്കുവാനുള്ള 5ഓളം പള്ളികളുടെ ലിസ്റ്റുകളാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ആ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ പള്ളികളില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വോയിസ് അയച്ചത് ഞാൻ കേട്ടത്, ആ സ്ഥലത്തൊരു പള്ളിയില്ല, ഒരു വിഭാഗത്തിന്റെയും പള്ളികളില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. മാത്രമല്ല അവിടെ RCC പോലെയുള്ള തിരുവനന്തപുരത്തുള്ള ക്യാൻസർ സെന്ററുകളിലേക്കൊക്കെ ആളുകൾ പോകുന്ന ഒരു വഴിയാണത്. അങ്ങനെയുള്ള ആളുകൾക്ക് താമസിക്കാനും അവർക്ക് അവരുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്യാനൊക്കെയുള്ള ഒരവസരമാകുന്ന തരത്തിലാണ് ആ പള്ളി അവർ പ്ലാൻ ചെയ്യുന്നത്. കേവലം ഒരു പള്ളി നിസ്കാരം മാത്രമല്ല, ഒരുപാട് ജനസേവനങ്ങൾക്ക് കൂടി അവസരമൊരുങ്ങുന്ന തരത്തിൽ ഒരു കേന്ദ്രമാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. തൗഹീദിന്റെ വെളിച്ചമെത്തിയിട്ടില്ലാത്ത നാടുകൾ, അവിടെ മലയാളത്തിൽ ഖുതുബകൾ കേൾക്കാൻ, അവിടെ മതപരമായ ക്ലാസുകൾ പഠിപ്പിക്കുവാൻ, മദ്രസകൾ ഉണ്ടാക്കുവാൻ, ഇതിനൊക്കെ സംവിധാനമാകുന്ന തരത്തിലാണ് ആ പള്ളി വരിക. ഒരു പള്ളിയിൽ വന്നാൽ പിന്നെ അതിന്റെ ചുറ്റുപറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഒരു വലിയ കേന്ദ്രമായി അത് മാറുമല്ലോ. ആ നിലക്ക് ഒരു അവസരമുള്ള, അവിടെ പള്ളി അനിവാര്യമാണ്, നിർബന്ധമാണ് എന്ന് തോന്നുന്ന പ്രദേശങ്ങൾ, അത്തരം സ്ഥലങ്ങളിലുള്ള 4ഓ 5ഓ പള്ളികൾക്ക് വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ജുമാ നമസ്കാരത്തിന് ശേഷമുള്ള കളക്ഷൻ ഉണ്ടാകുക. എല്ലാവരും കാര്യമായി അതിനുവേണ്ടി നൽകണമെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഭൂമിയിൽ ആരെങ്കിലും ഭവനമുണ്ടാക്കി കൊടുത്താൽ നാളെ പരലോകത്തവന് സ്വർഗ്ഗത്തിലൊരു വീടുണ്ടാകുന്ന, മൻ ബനാ മസ്ജിദൻ ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്ന, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയാൽ അതുപോലെ അവന് സ്വർഗ്ഗത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്ന. നമ്മൾ നേരത്തെ ഉമർ റളിയല്ലാഹു പറഞ്ഞല്ലോ, ഒരു കോടാലി വെക്കാനുള്ള സ്ഥലം അല്ലേ, ഒരു വീട് തന്നെ, ഒരു ഭവനം തന്നെ അല്ലാഹു നമുക്ക് നൽകുമെന്ന് പറയുന്ന മഹത്തരമായ കാര്യം. അതിലൊരു സുജൂദ് ചെയ്യാൻ, ഒരാൾക്ക് സുജൂദ് ചെയ്യാനുള്ള സ്ഥലമെങ്കിലും അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫ്ലോറൊക്കെ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റുന്ന ആളുകൾ ആ പള്ളിയുടെ ഏതെങ്കിലും ഒരു നിലക്ക് എന്തെങ്കിലും ഒരു ഭാഗമാകാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ അത് വലിയ മഹത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, മൻ ബനാ മസ്ജിദൻ ലില്ലാഹി കമഫ്ഹസി ഖത്താത്ത്, ഒരു കുരുവിന്റെ ഒക്കെ കൂട് പോലെ ഒരു ചെറിയൊരു കൂട്, ഒരു കൂടാരമാണ് ഒരു പള്ളിയായിട്ടാരെങ്കിലും ഉണ്ടാക്കുന്നതെങ്കിൽ, ഔ അസ്ഗറ, അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതാണെങ്കിൽ, ബനല്ലാഹു ബൈത്തം ഫിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗ്ഗത്തിൽ വീട് കൊടുക്കുന്ന. അല്ലേ, ചില സ്ഥലങ്ങളിൽ അങ്ങനെ പള്ളി ഉണ്ടാക്കാൻ പറ്റും, അതിനുള്ള സാമ്പത്തിക സ്ഥിതി. അപ്പൊ അങ്ങനത്തെ ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്തു, ഒരു ചെറിയ കൂടാരം പോലെ. അതിന് പോലും പരലോകത്ത് വലിയ മഹത്വം പടച്ച റബ്ബ് തരുമെങ്കിൽ വലിയ വലിയ പള്ളികൾ, ഒരുപാട് ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു വലിയ കേന്ദ്രമായി മാറുന്ന പള്ളിക്ക് വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ജുമാ നമസ്കാര ശേഷമുള്ള നമ്മുടെ സംഭാവനകൾ എത്തേണ്ടത്. അറിഞ്ഞു കൊടുക്കുക. ആകെ കിട്ടുന്ന ചാൻസുകളാണ്. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു വെള്ളിയാഴ്ചയും കൂടി നമുക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കാര്യമായ നിലക്ക് കണ്ട് ആത്മാർത്ഥമായ നിലക്ക് സ്വർഗത്തിന് വേണ്ടി ദാനം ചെയ്യാൻ നമ്മൾ തയ്യാറാകുക. അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ കുട്ടികൾക്കൊക്കെ പെരുന്നാളിന് ഡ്രസ്സ് എടുത്തു കൊടുത്ത ആളുകളാണ് നമ്മളൊക്കെ. അതേപോലെ ഒരുപാട് കുട്ടികൾ വസ്ത്രമില്ലാത്തതിന്റെ പേരിൽ, പെരുന്നാളിന് നല്ലൊരു ഡ്രസ്സ് ഇട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തതിന്റെ പേരിൽ വിഷമിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഈദ് കിസ്വ എന്ന പേരിൽ ഒരു കുട്ടിക്ക് 1300 റുപ്യ. അതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. നമ്മൾ ഇവിടെ നിന്നുള്ളൊരു സഹായം കിട്ടും, എന്നിട്ട് പോയി ഡ്രസ്സ് എടുക്കാം എന്ന് വിചാരിച്ച് നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അവരിലേക്കൊരു സന്തോഷം അല്ലെ, നമുക്ക് എപ്പോഴും പറയുന്നതാണല്ലോ, പൈസ കൊടുത്താൽ സന്തോഷമൊന്നും കിട്ടൂല, അല്ലെങ്കിൽ പൈസ ഉണ്ടായതുകൊണ്ട് സന്തോഷം വാങ്ങാൻ പറ്റൂല എന്നൊക്കെ അല്ലെ, ഇത് വെറുതെ പറയാ. ഇതുപോലെ ഒരു കൂപ്പണുമായി 1300 റുപ്യ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസ് പോയി നിങ്ങൾക്ക് സാധനം വാങ്ങാട്ടോ എന്ന് പറഞ്ഞ്
ആ കൂപ്പണ് അവരുടെ കയ്യിൽ കൊടുക്കുമ്പോ അവിടെ ഒരു പുഞ്ചിരിയല്ല, അവിടെ ഒരു പുഞ്ചിരിയുടെ വലിയ പൂന്തോട്ടം തന്നെ ഉണ്ടാവും. അത് നമുക്ക് കാണാൻ പറ്റും. അത് പോയ ആളുകൾക്കറിയാം. കണ്ണീരിൽ കുതിർന്ന ഒരു സന്തോഷം അവിടെ ഉണ്ടാവും. ആ മക്കളുടെ മുഖത്തുള്ള സന്തോഷം, ആ മാതാപിതാക്കളുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരാശ്വാസത്തിന്റെ നെടുവീർപ്പ്. ഇനി കുട്ടികളെ മുഖത്ത് എങ്ങനെ നോക്കുക, ഈ പെരുന്നാളിന്റെ ഞാൻ ഈ കുട്ടികളേറ്റെങ്ങനെ പുറത്തു പോകുക എന്ന് വിചാരിക്കുന്ന ആ മാതാപിതാക്കളുടെ മനസ്സിൽ ഒരു സന്തോഷം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അല്ലേ? അത് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ പൈസ ഉണ്ടാവും. ആ സന്തോഷത്തിന് വേണ്ടി നമ്മൾ സംഭാവന ചെയ്യുക. പുറത്തതിനുള്ള കൗണ്ടറുണ്ട്, അതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. നിങ്ങൾ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, റമളാനിലെ എല്ലാ ഒറ്റയിട്ട രാവുകളിലും, അവസാനത്തെ പത്തിലെ എല്ലാ ഒറ്റയിട്ട രാവുകളിലും ബഹുമാന്യ പണ്ഡിതൻ ഹാരിസ് കായക്കൊടിയുടെ ക്ലാസുകൾ ഉണ്ടായിരിക്കും. തറാവീഹ് നമസ്കാര ശേഷം അദ്ദേഹം ക്ലാസ് എടുക്കും. ഇന്ന് അനുഗ്രഹീതമായ രാവുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുക എന്ന വിഷയത്തിൽ അദ്ദേഹം നമ്മളോട് സംസാരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, എല്ലാ ഒറ്റയിട്ട രാവുകളിലും തറാവീഹ് നമസ്കാര ശേഷം അതേപോലെ തന്നെ ഖിയാമുൽ ലൈലിന് ശേഷവും നമ്മൾ പല പല ആളുകളെയും സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ സ്വരൂപിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് തറാവീഹ് നമസ്കാര ശേഷം നമ്മൾ ചില പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിന് വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് കുടിക്കാൻ നല്ല വെള്ളം കിട്ടുന്നില്ല, അതിനുള്ള സൗകര്യങ്ങളില്ല. പലപ്പോഴും അയൽ വീടുകളിലൊക്കെ പോയി മുക്കിക്കൊണ്ടുവരാൻ. ഇന്നലെ ഒരു മിഞ്ഞാതൊരു വീഡിയോ കണ്ടു. 3-4 കിലോമീറ്റർ പോയിട്ടാണ് പലപ്പോഴും കുടിവെള്ളം ശേഖരിച്ചു കൊണ്ടുവരുന്നത്. കാരണം തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ മുഴുവനും വെള്ളമില്ലാത്ത പ്രദേശങ്ങൾ, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാടുകൾക്ക് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലാണ് ഇതൊക്കെ. അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ കിണറുകൾ കുഴിക്കുവാനും അവിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുവാനും അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരമൊരു ഫണ്ട് സ്വരൂപിക്കുന്നത്. അതിൽ പലപ്പോഴും നോർത്ത് ഇന്ത്യയിലേക്കുള്ള ബീഹാർ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെയുള്ള യത്തീംഖാനകൾക്ക് പോലും നമ്മൾ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേപോലെ നമ്മുടെ പള്ളിയിൽ നടത്തിയ കളക്ഷന്റെ ഭാഗമായി നേപ്പാളിലെ ഒരു യത്തീംഖാനയിലാണ് നമ്മളൊരു കുഴൽക്കിണർ കുഴിച്ചു കൊടുത്തത്. അതിന്റെ സന്തോഷമൊക്കെ ഒരു വീഡിയോകളാക്കി നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആലോചിച്ച് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിയ ആളുകൾക്ക് ആ കുഴൽക്കിണർന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊന്തി വരുമ്പോ അതിന്റെ സന്തോഷവും ആഹ്ലാദവും ഒക്കെ നമുക്കവർ വീഡിയോ ആയിട്ട് അയച്ചു തന്നു. ആലോചിച്ച് ഒരു കുട്ടി അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രതിഫലം നമുക്ക് വരികയാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകണം ഏറ്റവും നല്ല ദാനം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ നീ കിണർ കുഴിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അല്ലെ? റൂമാ കിണർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തതാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്തമായി കാണുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക. ആ നിലക്ക് ഒരുപാട് നന്മകൾ ലഭിക്കുന്ന, പ്രതിഫലം ലഭിക്കുന്ന വെള്ളം ദാനം ചെയ്യുക എന്ന, കിണർ കുഴിച്ചു കൊടുക്കുക എന്നുള്ള മഹത്തരമായ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് ഇൻഷാ അല്ലാഹ് തറാവീഹ് നമസ്കാര ശേഷം നമ്മൾ അതിനുവേണ്ടിയുള്ള കളക്ഷനാണ് നടത്തുക. നമ്മുടെ സക്കാത്ത് ഫണ്ടുകൾ പോലും നമ്മൾ അതിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. സക്കാത്തിന് അർഹരായ ആളുകളാണ് ഇതിന്റെയൊക്കെ ഗുണഭോക്താക്കളായിട്ടുണ്ടാവുക. സക്കാത്തിന്റെ ഫണ്ടുകൾ നമുക്കതിൽ നിക്ഷേപിക്കാവുന്നതാണ്. ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഫിത്തർ സക്കാത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട സമയമായി. ഫിത്തർ സക്കാത്ത് നമ്മൾ ഈ പള്ളി നമ്മൾ കളക്ട് ചെയ്യുന്നത് ഒരാൾക്ക് 100 രൂപയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പെരുന്നാളിന്റെ അന്ന് ജനിച്ച കുട്ടിയാണെങ്കിൽ പോലും, പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പാണ് ആ കുട്ടി ജനിച്ചതെങ്കിൽ ആ കുട്ടിക്ക് പോലും ഫിത്തർ സക്കാത്ത് നിർബന്ധമാണ്. ഒരു കുടുംബത്തിൽ എത്രയാളുണ്ട് എണ്ണി ആ പിതാവ്, കുടുംബനാഥൻ അത് എത്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, അരി വാങ്ങണം, അത് പൊതിയണം, ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം, ഒരുപാട് പണിയുണ്ട്. അതുകൊണ്ട് അതിനിപ്പഞ്ഞ് മാസം കാണട്ടെ എന്ന് വിചാരിക്കേണ്ട. അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പായിട്ടെങ്കിലും എല്ലാ ആളുകളും പണം അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഖിയാമുൽ ലൈൽ നമസ്കാരം ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി മുതൽ 2:30 രാത്രി 2:30 നമ്മൾ ആരംഭിക്കും. എല്ലാ ആളുകളും കൃത്യസമയത്ത് തന്നെ എത്തണം. നേരത്തെ നമ്മൾ നടത്തി വരുന്നത് പോലെ 8:30 ഇശാ നമസ്കാരം, അതിനുശേഷം 8:50 തറാവീഹ് നമസ്കാരം ഉണ്ടാവും. അതിനുശേഷമാണ് പിന്നീട് നമ്മൾ 2:30 ഖിയാമുൽ ലൈൽ നമസ്കാരം നിർവഹിക്കുന്നത്. തറാവീഹ് നമസ്കരിച്ച ആളുകൾക്ക് ഖിയാം നിസ്കാരത്തിൽ പങ്കെടുക്കേണ്ടതില്ല. അതേപോലെ ഖിയാമുൽ ലൈൽ ഉദ്ദേശിക്കുന്ന ആളുകൾ തറാവീഹിന് പങ്കെടുക്കേണ്ടതില്ല. പ്രത്യേകമായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ പള്ളികളിൽ എത്തിക്കാഫിരിക്കുന്ന ആളുകൾ അവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, അവര് പെലച്ചക്ക് അവർക്ക് അത്തായത്തിന് വേണ്ടിയുള്ള ഭക്ഷണം അവർക്ക് ആവശ്യമുണ്ട് എങ്കിൽ അവർ രാത്രി 10 മണിക്ക് മുമ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളെ അറിയിക്കണം. അതേപോലെ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം ആവശ്യമുള്ള ആളുകൾ
ഉച്ചക്ക് 1 മണിക്ക് മുമ്പായി ഞങ്ങളിന്റെ ഭക്ഷണത്തിന് ഉണ്ടാകുമെന്നുള്ളത് അറിയിക്കുക. സ്ഥിരമായി ഇത്തികാഫിരിക്കുന്ന ആളുകൾക്ക് അവരുടെ എണ്ണം ഉണ്ടാകും. എന്നാലും ആരെങ്കിലുമൊക്കെ വരുന്നുണ്ട് എങ്കിൽ, പുറത്തുനിന്ന് ഇതേപോലെ ചില ദിവസങ്ങളൊക്കെ ഇടയിലൊക്കെ വന്ന് അവരിയ്ക്കുന്നുണ്ട് എങ്കിൽ കൃത്യമായി തന്നെ അവരെ അറിയിക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റർ പുറത്തുണ്ടാകും, അതിൽ നമ്പറുകൾ ഉണ്ടാകും. ആ നമ്പർ നിങ്ങൾ വിളിച്ച് ഭക്ഷണത്തിന്റെ കാര്യം ഏർപ്പാടാക്കണം. അത് നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രം നമുക്ക് അതിനനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നേരത്തെ ഇരിക്കുന്ന ആളുകൾക്ക് പോലും ബുദ്ധിമുട്ടാകുന്ന തരത്തിലേക്ക് മാറരുത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഈ റമദാനിലെ